നമസ്കാരം. നമ്മുടെ നാട്ടിൽ നിന്നും ഉപജീവന മാർഗം തേടി വിദേശ രാജ്യങ്ങളിൽ പോകുന്നവർ നിരവധിയാണ്. ഇങ്ങനെ പോകുന്നവർ പലരും തിരിച്ചു വരുന്നില്ല എന്നതാണ് വാസ്തവം. ഇതിൽ തന്നെയും സ്ത്രീകളുടെ കാര്യമെടുത്താൽ തിരിച്ചു വരാത്തവരുടെ എണ്ണം വളരെ കൂടുതലാണ്. കേരളത്തിൽ നിന്നും വിദേശത്തേക്ക് പോകുന്നവരിലേറെയും പുരുഷന്മാരാണ്. 2023 കേരള മൈഗ്രേഷൻ സർവേ റിപ്പോർട്ട് പറയുന്നത് മൊത്തം കുടിയേറ്റക്കാരിൽ 64.4% പുരുഷന്മാരാണ് എന്നാണ്. സ്ത്രീകളുടെ ശതമാനം 35.6% മാത്രമാണ്. എന്നാൽ മറ്റൊരു യാഥാർത്ഥ്യമുണ്ട്. തിരികെ നാട്ടിലെത്താത്തവരിലേറെയും സ്ത്രീകളാണ്. പോയവരിൽ 88.5% പുരുഷന്മാരും മടങ്ങിയെത്തിയപ്പോൾ തിരികെ എത്തിയ സ്ത്രീകൾ 11.5% മാത്രമാണ്. നമുക്കറിയാം, പുറത്തു പോകുന്ന സ്ത്രീകളിൽ അധികവും ആരോഗ്യ മേഖലയിൽ പണിയെടുക്കുന്നവരാണ്. നാട്ടിൽ അവർക്ക് ലഭിക്കുന്ന ആദരവിനേക്കാളും കിട്ടുന്ന ശമ്പളത്തെക്കാളും ഇരട്ടിയിലധികം പുറംനാട്ടിൽ ലഭിക്കുന്നതാണ് ഇതിന് കാരണം. ഇങ്ങനെ ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർ പോകാൻ ഇഷ്ടപ്പെടുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കാണ്. അറബ് രാജ്യങ്ങളിലേക്ക് പോകുന്നവരും ഏറെയാണ്. ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും സാമ്പത്തിക ഭദ്രത കൈവരിക്കാനുമാണ് ഇവർ അന്യരാജ്യങ്ങളിലേക്ക് പോകുന്നത്. ടേക്ക് ഓഫ് എന്ന സിനിമയിൽ പാർവതി തിരുവോത്ത് അവതരിപ്പിക്കുന്ന ക്യാരക്ടർ ഒത്തിരി സങ്കടത്തോടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നാട്ടിൽ ഞങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം എത്രയാണെന്ന് സാറിന് അറിയാമോ എന്ന്. നമ്മുടെ നാട്ടിൽ പല സ്ഥാപനങ്ങളിലും ജീവിത ചെലവിനനുസരിച്ചുള്ള ശമ്പളം ലഭിക്കുന്നില്ല എന്നുള്ളതും വേണ്ടത്ര പ്രിവിലേജ് ലഭിക്കുന്നില്ല എന്നുള്ളതും ഒരു വലിയ കാരണമാണ്. പുരുഷന്മാരിലേറെയും നാട് വിട്ടാൽ ഉള്ളിൽ ഗൃഹാതുരത്വം പേറി നടക്കുന്നവരാണ്. സ്ത്രീകൾ അങ്ങനെയല്ല. കുട്ടിക്കാലം മുതലേ ആൺകുട്ടികൾക്ക് ലഭിക്കുന്ന ആ ഒരു പ്രത്യേക സ്പേസും ആ ഒരു സ്വാതന്ത്ര്യവും ഒന്നും നമ്മുടെ നാട്ടിൽ പെൺകുട്ടികൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അടുത്ത കാലത്ത് കേരളം എന്ത് മാറ്റമാണ് മാറിയതെന്ന് പലരും പറയാറുണ്ടെങ്കിലും പറയത്തക്ക മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ചെറുപ്പം മുതലേ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും അടക്കം എല്ലാവരുടെയും കഴുകൻ കണ്ണുകൾ പേടിച്ച് ജീവിച്ച പെൺകുട്ടികൾക്ക് ഇവയൊന്നുമില്ലാത്ത ഉയർന്ന ജീവിത നിലവാരമുള്ള മെച്ചപ്പെട്ട ശമ്പളം നൽകുന്ന പുറം രാജ്യങ്ങൾ ഉപേക്ഷിച്ച് പോരാൻ പ്രയാസമാണ്. നമ്മുടെ പരിസരത്ത് തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ കാണാം, പുറത്ത് ജോലിയുള്ള പെൺകുട്ടികൾ നാട്ടിൽ വരുമ്പോൾ പൊതുവെ സ്വയം ഒന്ന് കടിഞ്ഞാണിട്ടേ ആളുകളോട് ഇടപെടാറുള്ളൂ. ഇനി അങ്ങനെ അല്ലാതെ ഇടപെടുന്നവർക്ക് നേരെ ചുറ്റുമുള്ളവരിൽ നിന്നുണ്ടാകുന്ന പഴികളും വലുതായിരിക്കും. ഈ കാരണങ്ങളൊക്കെ ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ. പഠന ആവശ്യത്തിനായി വിദേശത്തേക്ക് പോകുന്നവരുടെ കണക്കും ഇതിൽ നിന്ന് ഒട്ടും വിഭിന്നമല്ല. 60.4% പുരുഷന്മാർ പഠനശേഷം നാട്ടിലേക്ക് എത്തുമ്പോൾ 39.6% സ്ത്രീകൾ മാത്രമാണ് തിരികെ എത്തുന്നത്. മറ്റൊരു കാര്യമുള്ളത്, ഇത്തരത്തിൽ കുടിയേറ്റം നടത്തുന്നവരിൽ ബിരുദധാരികളായ പുരുഷന്മാർ 34%, സ്ത്രീകൾ 71%. ഇത് കേരളത്തിലെ മാത്രം കണക്കാണ്. കുടിയേറുന്ന സ്ത്രീകളിൽ അധികവും വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരാണ്. ഉയർന്ന ജീവിത നിലവാരം, മെച്ചപ്പെട്ട ശമ്പളം, നല്ല പ്രിവിലേജ്, ഇത്രയൊക്കെ വെച്ച് വിദേശ രാജ്യങ്ങൾ മാടി വിളിക്കുമ്പോൾ അവരെങ്ങനെ വേണ്ടെന്ന് വെക്കും?